അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി രണ്ടാം വാല്യം, പേജ് 9, തുടർച്ച. അപ്പോൾ ഇനി ഇഖ്തലഫൻ നൗഉ, ഈ ഒരുത്തൻ്റെ മൃഗത്തിൻ്റെ വകുപ്പ് വ്യത്യാസമായി. മൃഗങ്ങൾ, ഒട്ടകം പല ആയിട്ടുണ്ടാകില്ല, അതുപോലെ തന്നെ പശുക്കൾ, ബക്കർ പല ആയിട്ടുണ്ടാകാം, ഷാത്ത് പല ആയിട്ടുണ്ടാവും. അങ്ങനെ ഐറ്റങ്ങൾ വ്യത്യാസമായി. അങ്ങനെ വ്യത്യാസമാകുന്നതിൻ്റെ കോലം എങ്ങനെ? ലയനിമ്മ മഴസിമ്മിന് ഹനമി, ആടുകളെ കൂട്ടത്തിൽ ലയനും മഴസും പോലെ. ഒരാടുകളെ കൂട്ടത്തിൽ ലയന് നെയ്യാടും ഉണ്ട്, മഴസ് കോലാടും ഉണ്ട്. ലയന് ഒരു നൗവും മഴസ് വേറെ നൗവാണല്ലോ. അർഹബിയത്തിൻ മഹരിയത്തിൻ മിനല്ലിബിരി, ഒട്ടകത്തിൽ നിന്ന് അർഹബിയ ഒട്ടകമുണ്ട്, എൻ്റെ ഒട്ടകത്തിൻ്റെ കൂട്ടത്തിൽ മഹരിയ എന്നുള്ള നൗവുണ്ട്, ആ ഐറ്റം ഒട്ടകമുണ്ട്. ഇറാബിൻ ജവാമീസാമിൽ ബക്കരി, ബക്കർ മാടുകളുള്ള ആൾ, അവനക്ക് ഇറാബ് പശുക്കളും ഉണ്ട്, ജവാമീസ് പോത്തുകളും ഉണ്ട്, എരുമ പോത്ത് ഐറ്റങ്ങളും ഉണ്ട്. ഇറാബ് പശു മുരി എന്നുള്ള ഒരൈറ്റാണ്, എരുമ പോത്തുള്ള മറ്റൊരൈറ്റാണല്ലോ. അങ്ങനെയൊക്കെ വ്യത്യാസം ആയാൽ ഫഫീ കൗലിൻ, അവിടെ ഒരു വൈഫായ കൗലുണ്ട്, യൂഹദ് മിനൽ അക്സരി, ഈ നൗന്ന് ഏതൈറ്റാ കൂടുതലുള്ളതെങ്കിൽ അതെടുക്കണം. അപ്പോൾ ഹനമും ലയൻ അല്ല മഴസും ലയനും ഉള്ളാക്ക് ലയനാണോ കൂടുതൽ ലയൻ എടുക്കണം, അല്ല മഴസാണ് അതെടുക്കണം. അതുപോലെ തന്നെ അർഹബിയ ഒട്ടകവും മഹരിയ ഒട്ടകവും, അതിൽ കൂടുതൽ അർഹബിയത്താണെങ്കിൽ അതെടുക്കണം, അല്ല മഹരിയത്താണെങ്കിൽ അതെടുക്കണം. ഇനി ബക്കറിൻ്റെ കൂട്ടത്തിൽ ഇറാബാണോ കൂടുതൽ അതെടുക്കണം, അല്ല ജാമൂസാണ് കൂടുതലെങ്കിൽ അതെടുക്കണം എന്നാണ് ഒരു കൗല്. ഫൈനിസ്തവ. അപ്പോൾ ഇക്കൗല് പ്രകാരം അധികരിച്ചെടുക്കുന്നുള്ള പ്രകാരം അവൻ്റെ മൃഗം രണ്ടാലും സമാണ്, രണ്ടായിട്ടും ഒരുപോലെയാണ്. എത്ര ലയനുണ്ടോ അത്ര തന്നെ മഴസും ഉണ്ട്, അതുപോലെ തന്നെ എത്ര അർഹബിയത്തുണ്ടോ അത്ര തന്നെ മഹരിയത്തും ഉണ്ട്, അതുപോലെ എത്ര ഇറാബുണ്ടോ അത്ര തന്നെ ജവാമിസും ഉണ്ട്. അങ്ങനെ 50-50 ആണെങ്കിൽ അഹബത്തുലിൽ ഫുഖറായി, അവിടെ സക്കാത്ത് കിട്ടുന്ന ആളുകൾ, ഫക്കീർ, മിസ്കിന്മാർ, കടക്കാർ തുടങ്ങിയ ആളുകൾക്ക് എന്താണോ ഉപകാരം അതാ എടുക്കേണ്ടത്. വക്കീലാനി പറയപ്പെട്ടു യതഖയ്യറുൽ മാലിക്കു, മാലിക്കിനിക്ക് ഇഷ്ടം പ്രവർത്തിക്കാമെന്ന്. ഇതൊക്കെ ലൈഫ് അഭിപ്രായങ്ങളാണ്. വല്ലതൂർ എന്നാൽ അവിടെ പ്രബലമായ അഭിപ്രായമാകുന്ന അദ്ഹറായ കൗലാകുന്നത് അന്നഹു, നിശ്ചയമായിട്ടും ഈ ഐറ്റം വ്യത്യാസമായ വയനമഴസ്, അതുപോലെ അർഹബിയത്ത്, മഹരിയത്ത്, ഇങ്ങനെ വ്യത്യസ്തമായ ഐറ്റുള്ളതായിരിക്കുന്ന മൃഗത്തിൻ്റെ മുതലാളിയാകുന്നത് യുഹ്രിജു മാഷ, ആ രണ്ട് ഐറ്റത്തിൽ നിന്ന് അയാൾ ഏത് ഐറ്റത്തിലാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ പുറപ്പെടുവിക്കാം. പക്ഷെ എങ്ങനെ പുറപ്പെടുവിക്കേണ്ടത്? മുഖസ്സിത്തൻ അലൈഹിമാ ബിൽ ഖീമത്തി, രണ്ട് ഐറ്റത്തിൻ്റെ മേലും വില കൊണ്ട് ഭാഗിക്കണം. രണ്ടിൻ്റെയും വില എടുത്തിട്ട് അതിൻ്റെ അനുപാതം വെച്ചുകൊണ്ടാകണം അവനെ ഉദ്ദേശിച്ചതിനെ പുറപ്പെടുവിക്കുന്നത്. ഫൈദാ കാന സലാസൂന അനസ, അപ്പം ഈ രണ്ടിൻ്റെയും മേൽ തഖ്സീദ്, ഖീമത്ത് കൊണ്ട് തഖ്സീദ് ചെയ്താണ് പുറപ്പെടുവിക്കേണ്ടത് എന്ന് വെക്കുമ്പോൾ ഫൈദാ കാന സലാസൂന അനസ, 30 കോലാടുണ്ട്. ഐ ഉജിത, അപ്പം കാന താമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉജിത തഫ്സീലെടുക്കുന്നത്. കാന നാക്കിസായിട്ടും താമായിട്ടും സായിദായിട്ടും വരുമല്ലോ, പക്ഷേ പിന്നെ താമാണ് ഉജിതിൻ്റെ അർത്ഥമാണ്. സലാസൂന അനസ, 30 അനസ് ഉണ്ട്. അനസ് പറഞ്ഞാൽ വയ്യ ഉൻസൽ മഴസി, അത് കോലാടെന്നുള്ളതായിരിക്കുന്ന പെണ്ണിനേക്കാണ് ഈ അനസ് എന്ന് പറയാം. വാഷറു നാജാത്തിൻ എന്നുള്ളതിന് അതുപോലെ തന്നെ നെയ്യാട് എന്നുള്ളതായിരിക്കുന്ന 10 നെയ്യാടുകളുമുണ്ട്. ഇങ്ങനെ 40ആണ്. 30 കോലാടും 10 നെയ്യാടും. ഇങ്ങനെയാണെങ്കിൽ അഹദ, അവൻ സക്കാത്തിന് വേണ്ടി കൊടുക്കാനെടുക്കണം അനസൻ, ഒന്നുകിൽ അനസ്, അതാണ് ഉദ്ദേശമെങ്കിൽ അതെടുക്കാം, കോലാട് ആവും നാജത്തൻ, അല്ലെങ്കിൽ നെയ്യാട്. പക്ഷേ എങ്ങനത്തെ ഈ നെയ്യാടും കോലാടും ആകണം ഖീമത്തി സലാസത്തി അർബായി അനസിൻ റുബി നാജത്തിൻ, ഒരു പിന്നെ കോലാടിൻ്റെ 3/4 വിലയുള്ളയും നെയ്യാടിൻ്റെ 1/4 ഭാഗം വിലയുള്ളതുമാകണം. അപ്പം പിന്നെ കാരണം ആകെ 40 ഉള്ളപ്പോൾ 40-ൽ 30 കോലാടാണല്ലോ, 30 എന്നുള്ളത് 40-ൻ്റെ 3/4 ഭാഗമാണ്. അതുപോലെ തന്നെ 10 നാജാത്ത്, 10 എന്നുള്ളത് 40-ൻ്റെ 1/4 ഭാഗമാണല്ലോ. അപ്പം റുബു നാജത്ത്, ഒരു പിന്നെ നെയ്യാടിൻ്റെ വില കിട്ടിയാൽ 4 ഭാഗത്തിന് എത്ര വില ഉണ്ടാകും അതും, അതുപോലെ തന്നെ ഒരു കോലാടിന് വില കിട്ടിയാൽ അതിൻ്റെ വിലയുടെ 3/4 ഭാഗവും വിലയുള്ളതായിരിക്കുന്ന ഒരു മൃഗത്തിനെ അവനെടുക്കണം, സക്കാത്ത് ഉൾപ്പെടെ എടുക്കണം.
വഫി അക്സി സൂറത്തി. ഇനി ഇതിൻ്റെ നേരെ മാറ്റത്തിൽ ഇപ്പം പറഞ്ഞത് സലാസൂന അനസും അഷ്റു നാജാത്തും, പിന്നെ മാറ്റം എന്തുണ്ടാവും? സലാസൂന നാജത്തും അഷറു അനസാത്തും വരും. അങ്ങനെ വന്നാൽ അവിടെ പിന്നെ കോലാട് 10 നെയ്യാട് 30 ആയില്ലേ. എന്നാൽ അവിടെ ഉദ്ദേശിച്ചത് ഒരു മൃഗത്തിന് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി എടുക്കണം. പക്ഷേ എങ്ങനത്തെ മൃഗമാവണം? ഖീമത്തി സലാസത്തി അർബായി നാജത്തിൻ. ഒരു നെയ്യാടിൻ്റെ 3/4 വില ഉള്ളത്. അപ്പോൾ ഒരു 4000 റുപ്യാണ് നെയ്യാണെങ്കിൽ ഒരു 3000 റുപ്യ വില ആണോ? അങ്ങനത്തെ റുബി അനസിൻ, അനസിൻ്റെ 1/4 ഭാഗം വില ഉള്ളതായി. അനസിനക്ക് 400 റുപ്യാണെങ്കിൽ ഒരു 100 റുപ്യ വില ഉള്ള അർത്ഥം. കാരണം 30 നാജത്താണല്ലോ. 30 എന്നുള്ളത് 40ൻ്റെ 3/4 ഭാഗമാണ്. മറ്റേ റുബ് 10 എന്നുള്ളത് 1/4 ഭാഗമാണ്. വാൽ കൗലി, ഇതിപ്പം ബലപ്പെട്ട പ്രകാരമാണ്. വാൽ കൗലിൽ അവരി എന്ന് ആദ്യം പറഞ്ഞേ ഏതാണോ അക്സർ അതെടുക്കാമെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞത്. അങ്ങനെ വന്നാൽ ഫഫീ കൗലിൻ യൂഹദ് ബിൽ അക്സരീൻ, കൂടുതലുള്ളത് എടുക്കണം എന്ന കൗല് പ്രകാരം യൂഹദു അവിടെ സക്കാത്തായിട്ട് പിടിക്കപ്പെടുക സൂറത്തിൽ അവരി 1-ാം സൂറത്തിൽ, അഥവാ 30 കോലാടും 10 നെയ്യാടും ഉള്ള കോലത്തിൽ പിടിക്കപ്പെടുക. സനിയത്തുമായ സിൻ, ഒരു കോലാടിനാണ് പിടിക്കുക, കാരണം അതാണല്ലോ കൂടുതലുള്ളത്. അഫിസാനിയത്തി 2-ാം കോലത്തിൽ, അഥവാ 30 നാജത്തുകളും 10 അനസുള്ളതായിരിക്കുന്ന കോലത്തിൽ ജദത്തുദൈൻ, ഒരു നെയ്യാടിനാണ് പിടിക്കുക, കാരണം അതാണല്ലോ 30 കൂടുതലുള്ളത്. വരൂഖാൻ ലഹു, ഇനിയൊരു മുതലാളിക്കുണ്ടായാൽ മെല്ലവരി ഒട്ടകത്തിൽ നിന്നുണ്ടായി 25 ആകെ ടോട്ടൽ മൊത്തം അവനക്ക് 25 ഒട്ടകമുണ്ട്. എങ്ങനത്തെ 25 ഒട്ടകമാണ്? 15 അർഹബിയത്തുൻ വാസ്റുൻ മഹരിയത്തുൻ. ആ 25-ൽ 15 അർഹബിയായ ഒട്ടകവും 10 മഹരിയായ ഒട്ടകവുമാണ്. എങ്കിൽ ഉഹിദ മിൻഹു, അവനിൽ നിന്ന് സക്കാത്തായിട്ട് പിടിക്കപ്പെടും. അലൽ കൗലിൽ അവലി, 1-ാം കൗല് പ്രകാരം. 1-ാം കൗല് ഏത്? അക്സർ ഏതാണോ അതെടുക്കണം എന്നാണ്. അത് പ്രകാരം പിടിക്കപ്പെടും. എന്തിനെ പിടിക്കപ്പെടും? ബിന്ദു മഹാദിൻ അർഹബിയ, ഒരു അർഹബിയ ബിന്ദു മഹാദ്. കാരണം ബിന്ദു മഹാദാണല്ലോ 28 അപ്പം 15 അല്ലേ അക്സർ, അപ്പോൾ ആ അക്സറാകുന്ന അർഹബിയത്ത് കൊടുക്കണം. വാരസാനി, എന്നാൽ അൽഹറായിരിക്കുന്ന, അഥവാ ഖീമത്ത് കൊണ്ട്, രണ്ടിനെയും ഖീമത്ത് കൊണ്ട് തഖ്സീദ് ചെയ്തിട്ട് ഓൻ ഉദ്ദേശമുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന ബലപ്പെട്ട പ്രകാരം ബിന്ദു മഹാദിൻ അർഹബിയ ഔ മഹരിയത്തും, അല്ലെ ബിന്ദു മഹാദിൻ അർഹബിയത്തുൻ ഔ മഹരിയത്തുൻ. ഒന്നുകിൽ അർഹബിയ ഒരു ബിന്ദു മഹാദ്, അല്ലെങ്കിൽ മഹരിയ ഒരു ബിന്ദു മഹാദ്. എങ്ങനത്തെ ബിന്ദു മഹാദും അർഹബി ഉദ്ദേശിച്ചതും ആക്കാം. പക്ഷെ എങ്ങനെ ആകണം? ഖീമത്തി സലാസത്തി അഹ്മാസിയ അർഹബിയത്തിന്, ഒരു അർഹബിയായിരിക്കുന്ന ഒട്ടകത്തിന് വില കെട്ടിയിട്ട് അതിൻ്റെ 5-ൽ 3 ഭാഗം ഉണ്ടാകണം. അതുപോലെ തന്നെ ഹുംസി മഹരിയത്തിന്, ഒരു മഹരിയ ഒട്ടകത്തിന് വിലയുടെ 5-ൽ 2 ഭാഗവും വേണം. കാരണം ഇവിടെ ആകെയിലുള്ളത് 25ആണ്. 25-ൽ 15 അർഹബിയത്താണല്ലോ. 10 അല്ലേ മഹരിയത്തുള്ളൂ. 15 എന്നുള്ളത് 3 ഹുംസുള്ളതിൽ, അതുകൊണ്ട് സലാസ്ത് അഹ്മാസ് അറബിയത്താണ്. 10-ൽ 2 ഹുംസല്ലേ ഉള്ളൂ, അതുകൊണ്ട് മഹരിയത്തിൻ്റെ ഹുംസാനിയുമുള്ളത്. വലൂക്കാനലഹു, ഇനിയൊരു മുതലാളിക്കുണ്ടായാൽ മിൻ ബക്രിൽ ഇറാബി, പശുക്കളാകുന്ന മാടിൽ നിന്നുണ്ടായി സലാസൂന 30 മാടുണ്ട്. മിനൽ ജവാമീസി, പോത്തുകളാകുന്ന മാടുന്നുണ്ട്. എന്ത്? അസുറൻ 10 എങ്കിൽ ഉഹദ് മിന്നുവ, മുതലാളിലേക്ക് സക്കാത്തായിട്ട് പിടിക്കപ്പെടും. അൽ ഖൗലില്ലവലി, അല്ലെങ്കിൽ അഹദ മിന്നു, ആ സ്വത്തൊന്ന് അയാൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി എടുക്കണം. അൽ ഖൗലില്ലവലി, 1-ാം കൗല്. 1-ാം കൗല് ഏതായിരുന്നു? ഏതാണോ കൂടുതലെങ്കിൽ അത് എടുക്കണമെന്നല്ലേ. ആ കൗല് പ്രകാരം എടുക്കപ്പെടണം. എന്തിനെടുക്കപ്പെടണം? മുസിന്നത്തമ്മിൽ ഇറാബ്, ഇറാബ് എന്നുള്ളൊരു മുസിന്നത്തിനാണ് എടുക്കുക. മുസിന്നത്ത് പറഞ്ഞാൽ 2 വയസ്സായതാണല്ലോ. അതല്ല, അകലോടുള്ളത് 40ആണല്ലോ. 40-ക്കൊരു മുസിന്നത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇറാബ്, കാരണം അതാണ് കൂടുതലുള്ളതുകൊണ്ട്. വാലസാനി, സാനി പ്രകാരം വെച്ചാൽ 2-ന് ഏതും ആകാം, പക്ഷേ 2-ൻ്റെയും വിലയുടെ തഫ്സീത്ത് പ്രകാരം ആകണം എന്ന പ്രകാരം ഹിമായ ദുഹ്റു ലാഹിറ എന്ന പ്രകാരം പറഞ്ഞാൽ നേരത്തെ ചർച്ച ചെയ്ത മേലെടുത്തിട്ട് നടത്തും. മുസിന്നത്തൻ, ഒരു മുസിന്നത്തിനാണ് കൊടുക്കേണ്ടത്. മിൻഹ, അവൻ്റെ ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ഇറാബിൽ നിന്നുള്ളതായ ഒരു 2 വയസ്സ് അതിനെ കൊടുക്കണം. അത് എങ്ങനത്തെ 2 മുസിന്നത്ത് കൊടുക്കേണ്ടത്?
ഖീമത്തി സലാസത്തി അർബായി മുസ്ലിമത്തിൻ മിൻഹ. ആ ഇറാബിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു മുസ്ലിമത്തിൻ്റെ വിലയുടെ മുക്കാൽ ഭാഗം ഉണ്ടാകണതിന് അവത്തിന് റുബു ജാമൂസത്തിൻ്റെ റുബു ഉണ്ടാകണം. കാരണം ആകെ 40 ഉള്ളതിൽ 30 ഇറാബാണല്ലോ, ആ മുക്കാൽ അവിടെയുള്ളത്. പിന്നെ ജാമൂസ 10 40 റുബു ആണല്ലോ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.